ഹായ് ഗൈസ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ബാലചന്ദ്രനും അലീനയും കൂടെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ വെച്ച് ബാലചന്ദ്രൻ അലീനയോട് സ്റ്റാൻലി ആരാണെന്ന സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് അവിടെ വീട്ടിലെത്തുന്ന സമയത്ത് സ്റ്റാൻലി ആരാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ വെച്ച് ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, എൻ്റെ മോളെ സ്നേഹിക്കണം, സ്നേഹം പുറത്ത് മാത്രം പോരാ, ഉള്ളിലും വേണം, അതുപോലെ എൻ്റെ മോളെ സ്നേഹിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ താൻ സുരക്ഷിതമായ കൈകളിലാണല്ലോ മോളെ ഏൽപ്പിച്ചതെന്ന സമാധാനത്തോടെ യാത്ര പറയുകയാണ്. അവരുടെ ആ യാത്ര പറച്ചിലെ കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര വൈകാരികമായിരുന്നു. യാത്ര പറയുന്ന സമയത്ത് അലീനയെ തലോടിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എൻ്റെ ഊന്നുവടിയായിരുന്നു, നിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ വീഴും, എങ്ങനെ വീഴും എന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ്. ആ സമയത്തെ ആ തലോടലിൽ ഒരച്ഛൻ്റെ മൊത്തം സ്നേഹവും കരുതലും നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. അതും പറഞ്ഞ് നെഞ്ഞു പൊട്ടുന്ന വേദനയിൽ ബാലചന്ദ്രൻ അലീനയെ തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ്. കാരണം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ മകൾ കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാവും ബാലചന്ദ്രന്. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങുന്ന സമയത്ത് അലീന അവിടെ ചങ്ക് പൊട്ടി നിൽക്കുക. അവളെ ഏറെ കാണാൻ കൊതിച്ച തൻ്റെ അച്ഛൻ്റെ അടുത്താണ് അവൾ എത്തിയതെങ്കിലും താൻ ഇനി എങ്ങനെ അവിടെ ജീവിക്കും? ഞാൻ അച്ഛനേക്കാളേറെ സ്നേഹിച്ച ബാലചന്ദ്രനും വീട്ടുകാരും വിട്ടിട്ട് താൻ എങ്ങനെ അവിടെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊക്കെ ഒരു ചിന്തയാണ് ആ സമയത്ത് അലീനയുടെ മനസ്സിൽ. പിന്നീട് സ്റ്റാൻലിയുടെ വീട്ടിലെ ആഡംബരമായ മുറികളും അതുപോലെ വസ്ത്രങ്ങളൊക്കെ സ്റ്റാൻലി അലീനയ്ക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് അലീന സ്റ്റാൻലിയോട് പറയുകയാണ്, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു കാലത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ തുന്നി തയ്പ്പിച്ച ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു അവൾ അത്രയും കാലം ജീവിച്ചത്. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാലത്ത് അതിന്, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് സ്റ്റാൻലി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു മകളുള്ളത് അയാൾക്ക് അറിയില്ലായിരുന്നു. അയാൾ കാരണമാണല്ലോ ഈ മകൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കേണ്ടി വന്നതെന്ന് ഓർത്തിട്ട്. സ്റ്റാൻലിയുടെ വീട്ടിലെ അലീനയുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്.